ഇവിടുത്തെ വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ട സ്ഥലം തോന്നും. അല്ല, അകത്ത് കയറുമ്പോഴാണ് സംഭവം. പ്രിയനെ പോലെ തന്നെ കാണുമ്പോ വിചാരിക്കും അഹങ്കാരിയാന്ന്, പരിചയപ്പെടുമ്പോ വിചാരിക്കും അനങ്ങാട്ടി അഹങ്കാരിയാന്ന്. ഇപ്പൊ നമ്മള് ബിരിയാണി കഴിക്കാനാ പോകുന്നത്. ആ റെസ്റ്റോറന്റിന്റെ പേര് തനി പ്രിയയുടെ ഇരട്ട പേരാ. മസ്ക മാത്രം കഴിക്കുക, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബൺമസ്ക ചായ മുക്കി കഴിക്കുക. അത് ഇഷ്ടമായില്ലെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബൺമസ്ക കഴിക്കുക. അപ്പൊ ബൺമസ്ക തീരും. It's thick also. Oh. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ഫ്രം ഹൈദരാബാദ്. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് വന്നിരിക്കുവാണ്, ഇന്നലെ എത്തി. അപ്പോൾ നമ്മൾ വന്ന കാര്യം മിക്കവരും ഗസ് ചെയ്ത പോലെ തന്നെ US വിസയ്ക്ക് വേണ്ടിയാണ്. സോ ഇന്ന് നമുക്ക് ആക്ച്വലി ഞാൻ വിസ കിട്ടിയാലും ഇല്ലെങ്കിലും അതിൻ്റെ ഫുൾ പ്രോസസ്സ് ലാസ്റ്റ് ഞാൻ പറയാം. ഈ വ്ളോഗിൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റായിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ ആദ്യമേ OFC അപ്പോയിൻമെൻ്റ് ആണ്. സാധാരണ 2 അപ്പോയിൻമെൻ്റ് ആണ് കിട്ടുന്നത്. ഒന്ന് വിസയുടെ ഇൻ്റർവ്യൂവും പിന്നെ നമ്മുടെ ബയോമെട്രിക് എടുക്കുന്നത്. സോ ഇന്ന് ബയോമെട്രിക് എടുക്കുന്നതാണ്. ഇന്ന് നമുക്ക് അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമുക്കിടെ ഫിംഗർ പ്രിൻറ്റും ഫോട്ടോഗ്രാഫും എടുത്ത് നമ്മളെ വിടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിസ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഭാഗ്യത്തിന് 2 ഹൈദരാബാദ് തന്നെ വിട്ടി. പക്ഷേ 5 ദിവസം നമുക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ 7 ഡേയ്സോളം നമുക്ക് ഹോട്ടൽ എടുക്കേണ്ടി വന്നു. സോ ഇറ്റ്സ് എക്സ്പെൻസീവ് പ്രോസസ്. സോ ഇത്തവണ ഹോപ്പ്ഫുള്ളി വി മൈറ്റ് ഗെറ്റ് ദ വീസ. ആൻഡ് അത് ഇന്ന് നമ്മൾക്ക് പോകേണ്ട ഹൈടെക് സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ടെക് പാർക്ക് ഏരിയയിലാണ്. സോ മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ തന്നെയാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് അവിടെ കുറച്ച് നല്ല അടിപൊളി ഐക്കോണിക് ഫുഡ് ജോയിൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ആൻഡ് ഞാൻ കേട്ടിരിക്കുന്ന ഇറ്റ്സ് ലൈക്ക് അമേരിക്ക ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഏരിയ. സോ ആ ഒരു ഏരിയ നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ പറയാ 2 ഇയേഴ്സിന് ശേഷം വീണ്ടും ആ ഒരു ലക്ക് പരീക്ഷിക്കാൻ പോവാ, സെക്കൻഡ് ട്രൈ. അതെ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. പിന്നെ അവർക്കാണല്ലോ ഇപ്പൊ നമ്മള് പക്ഷെ അവര് നമ്മൾ അമേരിക്കയിൽ പോയാൽ നല്ല കണ്ടന്റ് കിട്ടും അല്ലേ? വർഷങ്ങൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നതിന് മുമ്പേ മെട്രോ സ്റ്റേഷനിൽ എത്തി. മര്യാദക്ക് നടക്കാവുന്നല്ലേ ഉള്ളായിരുന്നു. ഓട്ടോ കയറാൻ പറ്റുന്നില്ല. അത് രാജകീയമായ ഓട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല മെട്രോ കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. യു സ്റ്റേ സേഫ്. അത് ഞാൻ പ്രിയതേ ലിഫ്റ്റ് കപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നെങ്കിൽ തിരിച്ച് ഇവിടം വരെ നടന്നു വന്ന് കയറി വരേണ്ടി വരും. ഒരു മെയിൻ മെട്രോ ഏരിയ തന്നെയാണ്, കാരണം ബഞ്ചാര ഹിൽസ് അടുത്തുള്ളതല്ലേ. എന്നാലും എനിക്ക് പേഴ്സണലി തോന്നുന്നു കൊച്ചി മെട്രോ ആണ് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു മെട്രോ കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ. ഇതെവിടെ ടിക്കറ്റ് ഓക്കെ അല്ല, ഒരു മോളാണ് തൊട്ടടുത്ത് തന്നെ. പക്ഷെ എന്താ വരുന്നത് നോക്കോടനെ, ലുലു ഓപ്പണിംഗ് സൂൺ. ഹൈദരാബാദ് മെട്രോന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ക്ലീൻ ആൻഡ് ടൈഡി. ആൻഡ് എന്തായാലും വലിയ തിരക്കും ഇല്ല. ഈ ടൈം ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ സമയത്ത് 11:30 തിരക്കുണ്ട്. അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പൊ. അങ്ങോട്ട് പോകും. നമുക്ക് അടുത്ത മെട്രോ മാറി കയറി ഇനി ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഭയങ്കര ഒരു മറ്റേ എനിക്കൊന്ന് ബാങ്കോക്കിലെ MBK മോളിന്റെ ഒക്കെ ഏരിയ പോലത്തെ ഒരു ഭയങ്കര ഡെവലപ്ഡ് മെട്രോ ഏരിയ കേട്ടോ അല്ലെ. ഇന്റർചേഞ്ചും അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള ഭയങ്കര വലിയ സ്റ്റേഷൻ. നല്ല തിരക്കുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 17 സ്റ്റോപ്സ് ഒക്കെ കണ്ടുണ്ട്, അല്ല 17 മിനിറ്റ് കൊണ്ടുണ്ട് മെട്രോയില്. പക്ഷെ എല്ലാവരും മെട്രോ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇറ്റ്സ് വെരി ക്രൗഡഡ്. പിന്നെ ഹൈടെക് സിറ്റിയിലേക്ക് പോകുമ്പോൾ IT പാർക്കും കൂടെ അല്ല, അതും കൂടെ കൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. പക്ഷെ മെട്രോ ഉണ്ട് കംപ്ലീറ്റ് ഹൈദരാബാദ് ഹെറിറ്റേജ് രീതിയിലാണ് അവരുടെ ഡെക്കറേഷൻ. നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആ രീതിയിലാണെങ്കിൽ ഇവിടെ ഒരു ഹെറിറ്റേജ് രീതിയിലാണ്. എനിക്ക് വലിയ ആളെ പലപ്പോഴും സീറ്റ് പിടിച്ചാണ്, സീറ്റ് സ്ഥലം എത്തി, സീറ്റ് കിട്ടിയത് എത്തി. എല്ലാരും എഴുന്നേറ്റ് മെയിൻ സ്ഥലം എത്തിക്കൊണ്ടാ.
ഹൈടെക് മെട്രോ സ്റ്റേഷനിലാണ്, ഹൈടെക് സിറ്റി മെട്രോ സ്റ്റേഷൻ. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമുക്ക് ബയോമെട്രിക് കൊടുക്കണ്ടേ. ഇതിന്റെ താഴെയോ? ഭയങ്കര സൗകര്യമല്ലേ? പക്ഷെ അത് എവിടെയാന്ന് തപ്പണം. ഇപ്പൊ തന്നെ ഒരു എക്സിറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വിസ ആപ്ലിക്കേഷൻ സെന്ററിന് കാണുക. സോ ഇവിടെ കൂടെ നമുക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക്കിന്റെ സ്ഥലം എത്തും. കൊള്ളാലോ, എത്തി. ഇത് തന്നെയാ ലേറ്റ് ഇറങ്ങിയിട്ട് നേരത്തെ എത്തുന്ന ആദ്യമായിട്ടാണ്. ഇപ്പം നമുക്ക് 1 o'clock അപ്പോയിന്റ്മെന്റ്, 15 മിനിറ്റ് മുമ്പ് എത്തിയാൽ മതി. സോ അരമണിക്കൂർ 40 മിനിറ്റ്സ് ഉണ്ട്. നമുക്കിത് ഇവിടെ നേരത്തെ എത്തിയോ കൊണ്ടിട്ട് നോക്കിക്കോ, ഇനി ഏതെങ്കിലും കറങ്ങി വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. നമുക്കിത് ഇവിടെ തന്നെ നടന്ന് ഒരു മോളിലേക്ക് പോവാം. ഗൈസ്, സോ കഴിഞ്ഞു. നമ്മുടെ ഫിംഗർ പ്രിന്റും ബയോമെട്രിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ആ കൂടെ നമ്മുടെ പാസ്പോർട്ടിന്റെ ഒറിജിനലും പിന്നെ ഇവരുടെ ഒരു കൺഫർമേഷൻ ഉണ്ട് ആൻഡ് ഇവരുടെ D-160 ഫോം. ഈ 3 ഡോക്യുമെന്റ്സിന് ആവശ്യമുള്ളൂ. ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. ഒരു 15 മിനിറ്റിൽ ഫുൾ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഭക്ഷണമായിരിക്കും. സോ ഫുഡ് കഴിച്ചിട്ട് കാണുക. അടിപൊളി ഭക്ഷണമായിരിക്കും. ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്ത് വലിയ എന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ മാഞ്ഞു പോയി തോന്നുന്നു. 2-3 കൊടുക്കേണ്ടി വരും. എപ്പോഴും ഞാൻ ഫിംഗർ പ്രിന്റ് കൊടുക്കാൻ പോകുമ്പോ എല്ലാ സ്ഥലത്തും ഞാൻ നോക്കിയിട്ടുണ്ട്. മോഷ്ടിക്കാൻ വിടാം, പോലീസ് പിടിക്കാൻ പറ്റില്ല. മാം ഒന്നും കൂടെ ഇട് സാനിറ്റൈസർ ഇട്ടിട്ട് ഒന്നും കൂടെ. അതെന്താ അങ്ങനെ? എപ്പോഴും എന്റെ വരൂല ഫിംഗർ പ്രിന്റ്. അതൊക്കെ പോട്ടെ. ഇപ്പൊ നമ്മള് ബിരിയാണി കഴിക്കാനാ പോകുന്നത്. ആ റെസ്റ്റോറന്റിന്റെ പേര് സണ്ണി പ്രിയയുടെ ഇരട്ട പേരാ. അവിടെ പോകുമ്പോ പറയാം. വേണ്ട, റെസ്റ്റോറന്റിന്റെ പേര് നോക്ക്. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. പക്ക ലോക്കൽ. അത്യാവശ്യം ഫൈൻ ഡൈനിങ് ആണ്. ആ സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് അല്ല. നല്ല ഫുഡാണ് കേട്ട്. സോ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് ബിരിയാണി ട്രൈ ഔട്ട് വരുന്നത്. ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ് അറ്റ് ലെവൽ 4. പക്ക ലോക്കൽ. അവാർഡൊക്കെ കിട്ടിയോട്ടാ. സിനിമ തീമും കൂടെയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. അതെ, ബാഹുബലിയുടെ മെയിൻ ഫാനാന്ന് തോന്നുന്നു. ക്വൈറ്റ് നൈസ്. ഇവിടുത്തെ വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ട സ്ഥലം തോന്നും. അല്ല, അകത്ത് കയറുമ്പോഴാണ് സംഭവം. പ്രിയനെ പോലെ തന്നെ കാണുമ്പോ വിചാരിക്കും അഹങ്കാരിയാന്ന്, പരിചയപ്പെടുമ്പോ വിചാരിക്കും അനങ്ങാടി അഹങ്കാരിയാന്ന്. ഇതുപോലെ ഒരു ഡ്രിങ്ക് കൗണ്ടർ ഒക്കെ ഉണ്ട്. എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ഇന്റീരിയേഴ്സ് ആണ്. ഗൈസ്, നമ്മൾ കുറെ എല്ലാ സ്ഥലത്തും കുറച്ച് ട്രൈ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും പ്രിയ ഉള്ളൂ. അതിൽ ഞാനാണെങ്കിൽ ഡയറ്റ്, പ്രിയ ആണെങ്കിൽ ഡയറ്റ് എന്ന് പറയും. പക്ഷെ ബിരിയാണിയൊക്കെ കിട്ടി അടിച്ചോളും. അപ്പൊ പ്രിയയുടെ പോർഷനിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കും, അല്ലാതെ എന്റെ പോർഷനിൽ നിന്ന് പ്രിയ എടുക്കുന്നതായിരിക്കില്ല. എന്നിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് 2-3 സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയി അവിടുത്തെ ഏറ്റവും നല്ല നല്ല ഹൈലൈറ്റ്സ് കഴിച്ച് പയ്യെ നമുക്ക് വ്ളോഗ് ചെയ്യാം കേട്ടാ. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ മാത്രം ഓർഡർ ചെയ്യുന്നുള്ളൂ. വയറ് നിറച്ചും ഒരു സ്ഥലത്തു നിന്ന് ഓർഡർ ചെയ്യുന്നില്ല. പക്ഷേ ഹൈദരാബാദിലെ പ്രശ്നം എന്നറിയോ, ഒരു സാധനം ഓർഡർ ചെയ്താൽ തന്നെ വയറ് നിറയും. ഭയങ്കര പോർഷൻ സൈസ് ആട്ടോ ഒരുവിധം എല്ലാ സ്ഥലത്തും. പ്രിയക്ക് പ്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുമല്ലോ. അത് കാണുമ്പോ തന്നെ സന്തോഷം. ഗ്ലാസ് മാച്ചിങ് ആയില്ല. ഗ്ലാസ് എന്താ അവർ ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത്? അത് ശരിയായില്ല. ഒക്കെ അതായിരിക്കണം. എല്ലാം അതായിരിക്കണം. സ്പൂണോ അതാ. ഗ്ലാസ്സിൽ അവരുടെ ഇത് കളഞ്ഞു. ഐഡന്റിറ്റി. സോ നൈസ് കേട്ടോ. നല്ല ഒരു ഗീ റോസ്റ്റ് ചിക്കൻ പോലെ തോന്നുന്നുണ്ട്. ഒരു ആന്ധ്ര സ്പൈസ്ഡ് ചിക്കൻ ആണ്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ആ പ്ലേറ്റിലും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ട്. കാഷ്നട്ട് ഉണ്ടല്ലോ കംപ്ലീറ്റ്. മതി. ആന്ധ്രയിൽ ഇനി അങ്ങോട്ട് സ്പൈസി പ്രതീക്ഷിച്ചാ മതി. സോ ഇതില് കാഷ്യും നല്ല ഗ്രേവി ഒക്കെ കാണുന്നുണ്ട്. നോക്കട്ടെ. ബോൺലെസ് ഇവിടെ കൂടുതൽ ബോൺലെസ് ആയിട്ടാ. നമ്മൾ എല്ലായിടത്തും ഓർഡർ ചെയ്ത് ബോൺലെസ് ഇതുപോലത്തെ സ്റ്റാർട്ടേഴ്സ് കിട്ടിയത്. സോ എല്ലാം കൂടെ വെച്ച് നമുക്ക് ഒരു പിടുത്തം പിടിക്കാം. എതുകൊണ്ട് സോ ഗുഡ്. ഒരു പെപ്പറിലിട്ട് വരട്ടിയെടുത്ത ചിക്കൻ. മുളകിന്റെ സ്പൈസിനെസ് അല്ല, നല്ല ഹൈ ക്വാളിറ്റി പെപ്പറിന്റെ സ്പൈസിനെസ്സും ആ മസാലയാണ് ഉടുക്കട്ട് ടേസ്റ്റ്. അതിന്റെ കാഷ്യൂവിന്റെ ക്രിസ്പിനെസ് അടിപൊളി. ഭയങ്കര സ്പൈസി ഒന്നല്ല കേട്ടോ, ബട്ട് ഇറ്റ് സ്പൈസി. ഈ കാഷ്യൂ ആൻഡ് ദിസ് ചിക്കൻ അതിൻ്റെ ആ മസാലയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ് ഇത്. പോയി അമ്മി ഇതെന്താണെന്നറിയോ, ഈ വായിൽ വെച്ച് കഴിഞ്ഞാലും വെള്ളം വരും. അത്രയും ഒരു അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും.
നന്നായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സംഭവമാണ് കേട്ടിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ മട്ടൻ, ലൈക്ക് നിഹാരി ഗോസ്റ്റ് ബിരിയാണിയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ മട്ടൻ കറി ബിരിയാണി ആൻഡ് ദ പോർഷൻ ഇസ് സോ ഗുഡ്. ആൻഡ് ലുക്ക് അറ്റ് ദ ചിക്കൻ. ഇതിന്റെ മുകളിലുള്ള സോറി ചിക്കൻ എല്ലാം മുട്ടയുണ്ട് ഇതിൽ കട്ട് ചെയ്തിട്ട്. എന്റെ അമ്മ കാലെടുത്തവർ എനിക്ക് വെച്ചു രണ്ടും കാലാ. എന്നിട്ട് നല്ല ചൂടും നല്ല സ്പൈസി ആയിരിക്കും. ഓക്കെ, ഇത് എന്തിട്ട് ഇട്ടോണ്ടിരിക്കുന്ന ആള് കാലെടുത്തിട്ട് ആവി പറക്കുന്നു. അതിൻ്റെ കൂടെ അതിന്റെ കുറച്ച് റൈസ്. പറഞ്ഞത് ഒരാൾക്ക് എന്ത് ഓർഡർ ചെയ്താലും ഭയങ്കര പോർഷൻ സൈസ് ആണ്. ഇതിപ്പം 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇൻഫാക്ട് 3 പേർക്ക് കഴിക്കാം. റൈസ് നോക്ക്, ഇതിന്റെ ബാക്കി എത്രയാ വന്നിരിക്കുന്നതെന്ന്. ഞാനിപ്പോ ഇത്രയും റൈസ് കഴിക്കും, അതിൻ്റെ കൂടെ ഇത്രയും മട്ടനും കഴിക്കും. പ്രിയ ഇത്രയും റൈസ് കഴിക്കത്തില്ല, വേസ്റ്റ് ആവും. പക്ഷെ മട്ടൻ കഴിക്കും. ഇത് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് കൊതിയായിട്ട് വരാം. ഇതിന് ആദ്യം ഒരു സാധനം ചെയ്യാനുണ്ട്, ഞാൻ നോക്കട്ടെ. ടെൻഡർ ഇട്ടസ് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വടിച്ചോണ്ടല്ലോ, ലുക്ക് അറ്റ് ദ മീറ്റ് ജസ്റ്റ് ഫാളിങ് അപ്പാർട്ട്. അത്രയും ടെൻഡർ ആയിട്ടുള്ള മട്ടനാണ്. ആൻഡ് ക്ലീൻ ഓഫ് ദ ബോൺ ആണ്, കണ്ട അതിന്റെ ഫാറ്റും. ഓ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്. അത്രയും ടെൻഡർ ആണ് മീറ്റ്. എന്നിട്ടൊന്ന് ഇറ്റ്സ് നോട്ട് സ്പൈസി കേട്ടാ, അല്ല. ഒരു ഓവറി മട്ടന് ടേസ്റ്റ് ഒന്നും ഇല്ല. നല്ല ഒരു വെൽ കുക്ക്ഡ്, നന്നായി 2 തവണ വെള്ളം മാറ്റി വേവിച്ച്, അപ്പൊ മട്ടന്റെ ഒരു സ്മെല്ലേ ഇല്ല. ബട്ട് ദ മീറ്റ് ഇസ് പെർഫെക്റ്റ്, ലൈക് പെർഫെക്റ്റ് ഫാറ്റും പെർഫെക്റ്റ് മീറ്റും കിഡിലം മസാലയും. നോക്കട്ടെ കേട്ടാ, നല്ല മട്ടനാണ്ടാ, നല്ല കിഡിലം മട്ടൻ. അതിൻ്റെ കൂടെ കുറച്ച് റൈസും, നല്ല ലോങ് ഗ്രെയിൻ റൈസ് ആണ്. അതിൻ്റെ മസാലയും വെച്ച് ഒന്ന് പിടിച്ചു നോക്കാം. ഹായ്, ഇറ്റ്സ് സോ മൈൽഡ്. വിചാരിക്കും ഭയങ്കര മസാലയാണ്. സോ മൈൽഡ്. ഞാൻ വായ ഇടുന്നതിന് മുമ്പ് മീറ്റ് മെൽറ്റ് ആയി പോയി. ഞാൻ ചവയ്ക്കാത്തല്ല, ഇറ്റ്സ് റിയലി മെൽറ്റ് ഇൻ യുവർ മൗത്ത്. ലിറ്ററലി നല്ല ഒരു മീഡിയം ലോ സ്പൈസ് മട്ടൻ കറി വിത്ത് സം ഹൈ ക്വാളിറ്റി റൈസ്, അങ്ങനെയാണ്. അല്ലാതെ ബിരിയാണിക്ക് ഭയങ്കര മസാലയൊന്നുമില്ല. മട്ടൻ കറി വിത്ത്, അങ്ങനെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി, മട്ടൻ കറി വിത്ത് ബിരിയാണി. നല്ല യുണീക്ക് സംഭവമാണ്. ഇപ്പൊ കഴിച്ചു വരുമ്പോൾ കുറച്ച് എരിവും വരുന്നുണ്ട്. കഴിച്ച് നല്ല എരിഞ്ഞ മുഖമൊക്കെ ചുമന്നിട്ട് നിർത്തുന്നില്ല പ്രിയ മോഹൻ. അങ്ങനത്തെ ഒരു കൂടെ ഉണ്ട്. കുറച്ച് അഭിപ്രായമൊക്കെ പറ. എനിക്കിപ്പോ കിട്ടും കേട്ടാ. നേരെ നല്ല ഡെസേർട്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. പാനാന്ന് തോന്നുന്നു കേട്ടോ, മൗത്ത് ഫ്രഷ്നർ പോലെ തരുന്നത് ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ബില്ല് എത്രയാ? 2 ഡിഷ്, 3 ഡിഷ്, ഒരു ലൈം സോഡ, ഒരു ബിരിയാണി, ഒരു സ്റ്റാർട്ടർ, എല്ലാം കൂടെ 1450 രൂപ, 1449. സോ ഹൈദരാബാദ് ആക്ച്വലി ഇസ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് കേട്ടോ ഡൈനിങ്ങിന്. പക്ഷെ ഇങ്ങനത്തെ കൂടെ സ്ഥലത്ത് വരുന്നോണ്ടായിരിക്കും. ബട്ട് ദ ഫുഡ് ഇസ് റിയലി ഗുഡ്. റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. 4 ബ്രാഞ്ച് ഉണ്ട് ഇവർക്ക്. അപ്പൊ പോകുന്നതിന് മുമ്പ് പ്രിയക്ക് വേണ്ടി പാക്ക്. ഇവിടെയൊക്കെ ചുമന്നിട്ട് എനിക്ക് റോഡിലൊക്കെ തുപ്പണം. അല്ലാട്ടെ, ഇതെന്താ അറിയോ, കോക്കനട്ട് ഗുൽക്കന്ദ. ലൈക്ക് റോസിന്റെ തന്നെ, പക്ഷെ കോക്കനട്ട് ഫ്ലേവർ വെച്ചുള്ള ഒരു മൗത്ത് ഫ്രഷ്നർ. ഇറ്റ്സ് വെരി ടേസ്റ്റി. കോക്കനട്ട് മറ്റേ തേങ്ങ, എന്താ പറയാ, തേങ്ങ വരട്ടിയെന്ന് മറ്റേ സംഭവം ഇല്ലേ, അതുപോലെ ഇരിക്കും. കോക്കനട്ട് ശർക്കര ആയിട്ടുള്ള സംഭവം. പിന്നല്ലാതെ സമയമില്ല. അയ്യോ, അവിടെ പോകുമ്പോ നോക്കിക്കോട്ടാ. എനിക്കൊരു കാര്യം മനസ്സിലായെന്താ അറിയാ പറയാ, ഇവിടെ നമ്മളെ പ്രീമിയറിന്റെ 2 ടൈപ്പ് പ്രീമിയർ ഉണ്ട്. അതിന്റെ ഏറ്റവും വില കൂടിയ ക്യാബ് ബുക്ക് ചെയ്ത് അത്യാവശ്യം ക്ലീൻ ആയിരിക്കും. അതാണ് ടെക്നിക്ക്. സാധാരണ പ്രീമിയർ ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ആകുമ്പോ വലിയ കുഴപ്പമില്ല. ഹൈദരാബാദിൽ വന്ന ഏറ്റവും വില കൂടിയ ക്യാബ് തന്നെ ബുക്ക് ചെയ്യാം. ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര വലിയ വലിയ ബിൽഡിങ്സ് ആണ്. ഒരു അമേരിക്കൻ ഫീൽ ആണ്. നോക്കി ഈ ഒരു ഭാഗത്ത് എത്തുമ്പോ. അപ്പുറത്തെ പ്രിയ ഒരു ഐക്യം കണ്ടു.
നമുക്ക് ആവശ്യമില്ലല്ലോ. എന്താണ് ഈ സ്ഥലങ്ങളൊക്കെ വേറെ ലെവൽ, വേറെ ഹൈദരാബാദിന്റെ ഒരു വേറെ ഭാഗം എത്തിയ പോലെ ആയില്ലേ. കൊറിയൻ, പ്ലാൻ ഓൺ, എല്ലാം വലിയ വലിയ അമേരിക്കനും യൂറോപ്യൻ കമ്പനീസിനൊക്കെ ഓഫീസ് ആട്ടെ ഇവിടെ. സത്വ നോളജ് സെന്റർ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം, എസ്പെഷ്യലി നൈറ്റിൽ ഇതൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ. വെയിലെന്നൊന്നും പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് നമുക്ക് അധികം ഇവിടെ വ്ളോഗ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒക്കെ ഒരു വെതറില്. പക്ഷെ മാക്സിമം ഇൻഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ കാണിച്ചിട്ട് വൈകുന്നേരം ബാക്കിയുള്ളതൊക്കെ കാണിക്കാം. ഒരു ഏരിയ എനിക്ക് ആക്ച്വലി സിംഗപ്പൂരിൽ ഗാർഡൻസ് ബൈ ദ ബേയുടെ ഒക്കെ ഒരു ചെറിയ ഓർമ്മ വരുന്നു. ആൻഡ് ആ മോഡലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ട എനിക്കത്തെ ബിൽഡിങ്സ്, ഹൈ റൈസസ്, ശരിക്കും വേറൊരു സ്ഥലത്ത് എത്തിയ പോലെ, ഹൈദരാബാദിന്റെ ഒരു മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് വേർഷൻ പോലെ. ഇതേ നമ്മുടെ ഒരു കാറും അയോണിക്. ഐ മിസ് മൈ കാർ സോ മച്ച്. ആൻഡ് ഇവിടെ ഫിർനോസ് എന്ന് പറഞ്ഞൊരു കഫേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 3-4 ബ്രാഞ്ച് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ബ്രാഞ്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് നല്ല സാധനങ്ങൾ അവിടെ ഓർഡർ ചെയ്യാനും ഉണ്ട്. ആക്ച്വലി ഇതിവിടെ IT പാർക്ക് ആണെങ്കിലും ഏകദേശം 10-20 ഹൈ എൻഡ് കഫേസ്, റെസ്റ്റോറൻറ്റ്, പബ്സ് ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മനം ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതും പറ്റുമെങ്കിൽ ഒന്ന് പോകണം. പിന്നെ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. മറ്റേ നിലൂഫർ കഫേ ഉണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര പോപ്പുലർ ആണ് ബൺ മസ്കിൻ ചായക്കും. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആൻഡ് ഈ ഒരു സ്ഥലം കാണാൻ. പക്ഷെ രാത്രി ഞങ്ങൾ ഇരിക്കില്ല, രാത്രി ആണെങ്കിൽ ഭയങ്കര ഭംഗിയാന്ന് കേട്ട്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ് ഫെർണോസ് കഫേ. വെളിയിലൊക്കെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ വിന്റേഴ്സിലൊക്കെ ഹൈദരാബാദ് നല്ല വെതറാണല്ലോ. സോ ഇവിടെ നമ്മൾ ഇനി വൈകുന്നേരം വരെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഞ്ചലീന പാരീസ് പരീഷ്യൻ വൈബാണ്, ഇൻക്ലൂഡിങ് ദ ബ്യൂട്ടിഫുൾ ഡിസേർട്സ്. ഡിസേർട്സ് ഇവിടുത്തെ മെയിൻ സംഭവം എന്താന്ന് പറയാം. ആദ്യം നമുക്ക് അതിന് തുടങ്ങാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ഫേമസ്. അതിന് തുടങ്ങാം, ഒരെണ്ണം ഓർഡർ ചെയ്ത് ഷെയർ ചെയ്യാം. തരണം. ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ്, സെയിം ലൈക്ക് ആഞ്ചലീന. ആ പ്ലേറ്റിങ്ങും ആ ഒരു കപ്പ് ആൻഡ് സോസേഴ്സും എവറിത്തിങ്. പക്ഷെ ആഞ്ചലീനയുടെ വലിയ കപ്പാ. ബ്ലെൻഡ് ഓഫ് ആക്ച്വലി മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് 45 and 70%. ഞാൻ കുറച്ചൊന്ന് ഒഴിക്കാം. ലുക്സ് സോ ഗുഡ്. ഇറ്റ്സ് തിക്ക് ഓൾസോ. മൈ ഗോഡ്, ദിസ് ലിറ്ററലി സ്മെൽസ് ഓഫ് മെൽറ്റഡ് ചോക്ലേറ്റ്. മണം ഇവിടുന്നേ അടിക്കുന്നുണ്ട് കേട്ടോ. സോ തിക്ക്. വേണ്ട അപ്പൊ വേണ്ട. അമേസിംഗ് കപ്പ് ഓഫ് ഹോട്ട് ചോക്ലേറ്റ് ആണ്, പ്രതീക്ഷിച്ചുകൊണ്ട് കുടിക്കുന്നു. അത്ര ഹൈപ്ഡ് അപ്പ് ആയിട്ട് ഞാൻ വന്നേ. എനിക്ക് മണം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കുടിച്ചോ? ആഞ്ചലീന മാറി നിൽക്കും? ഇല്ല, ആഞ്ചലീന മാറി നിൽക്കില്ല. ബട്ട് ദ പെർഫെക്റ്റ് ബാലൻസ്ഡ് ഹോട്ട് ചോക്ലേറ്റ് ഐ ഹാവ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. വൺ ഓഫ് ദ ബെസ്റ്റ് എവർ എന്ന് പറയാം. കാരണം എനിക്ക് ഡാർക്കാണ് ഇഷ്ടം. ആൻഡ് ഹോട്ട് ചോക്ലേറ്റ്സ് സപ്പോസ് ബി ഡാർക്ക്. പെർഫെക്റ്റ് ഡാർക്ക്നെസ്, ചെറിയ ബിറ്റർനെസ്, ആൻഡ് ആ ബിറ്റർനെസ്സിന് ഒരു ലെവലിൽ കയറി നിൽക്കുന്ന സ്വീറ്റ്നെസ്. ആൻഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി തിക്ക്. ഇറ്റ്സ് പെർഫെക്റ്റ് തിക്നെസ്. കുടിക്കാൻ പറ്റിയ കൺസിസ്റ്റൻസി. You get that creamy, chocolatey, soft feel in your mouth, and the smell even more enticing. ഇത് ഇങ്ങനെ ഇരുന്ന് സിപ്പ് ചെയ്ത് ഇങ്ങനെ കുടിക്കുക. ഇറ്റ്സ് നോട്ട് വെരി ഹെവി. ഇപ്പൊ മൂഡീസും അതൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ആണെങ്കിലും അതൊക്കെ ഭയങ്കര ഹെവിയാണ്. ഇതൊരു വളരെ റിഫൈൻഡ്, ഈ ആംബിയൻസ് പോലെ തന്നെ പെർഫെക്റ്റ്ലി മാഷ് ഹോട്ട് ചോക്ലേറ്റ്. ഞാനിവിടെ നിന്ന് ഈ ഹോട്ട് ചോക്ലേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോ പ്രിയയുടെ വായന്ന് തുപ്പൽ ഒളിച്ചുകൊണ്ടിരിക്കുക വീഡിയോ എടുക്കുമ്പോ. എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. എന്തൊരു കൊതിയാന്നറിയോ. ഡാഡി മമ്മിയും പ്രിയ പോയി കേട്ടാ, പോയി. എന്താ ഇഷ്ടമല്ലാത്ത? ബിരിയാണി ഇഷ്ടം, പപ്പടം ഇഷ്ടം, അവിയൽ ഇഷ്ടം, മീൻകറി ഇഷ്ടം, ചോറ് ഇഷ്ടം, ഇഷ്ടം. ഇഷ്ടമല്ലാത്ത എന്താ ഞാൻ ആലോചിക്കട്ടെ. കുറച്ചു പേര് ഇഷ്ടമല്ലാത്ത ഈ ബർഗറും പിസ്സ അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. പിസ്സ ഇഷ്ടമല്ല, ബർഗർ ഇഷ്ടമല്ല, ബാക്കി എല്ലാം ഇഷ്ടം.
As close to Angelina you can get in India. Totally വേറെ ഒരു ചോക്ലേറ്റ് പ്രൊഫൈൽ ആണ്, ബട്ട് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. അതാ മണം കണ്ടാണ്, പ്യുവർ ചോക്ലേറ്റിന്റെ മണമാണ്. ശരിക്കും ഈ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ 100 രൂപ 200 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷെ നല്ല ഹോട്ട് ചോക്ലേറ്റ് തന്നെ നല്ല എക്സ്പെൻസീവ് കൊക്കോ ബീൻസ് ആയിരിക്കും. ഈ പാം ഓയിലും ഈ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ട്, അത് വെച്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊടി ഇട്ട് ഉണ്ടാക്കുന്നതൊക്കെ വെറും തട്ടിപ്പായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ്സ് ആണ്. റിയൽ എന്ന് പറയുന്നത് പ്യുവർ ഈ കക്കാവോ വെച്ച് എന്ന് പറഞ്ഞാൽ കൊക്കോ ബട്ടർ, വേറെ ആഡഡ് പാം ഓയിലോ വെജിറ്റബിൾസ് ഓയിലോ ഒന്നും ഉള്ള ചോക്ലേറ്റ്സ് ആയിരിക്കില്ല. അതിനാണ് നമുക്ക് ഈ സ്മൂത്ത്നെസ്സും ഒരു ചോക്ലേറ്റ് ആഫ്റ്റർ ടേസ്റ്റും കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണിത്. അങ്ങനത്തെ ഒക്കെ ആക്ച്വലി എറണാകുളത്ത് 1-2 സ്ഥലമേ ഉള്ളൂ കിട്ടുന്നത്. ബട്ട് ഇവരുടെ ബാലൻസും ആ ഒരു ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടെ തൊണ്ടൊരു ആസ് ക്ലോസ് ടു പെർഫെക്റ്റ് യു ക്യാൻ ഗെറ്റ്. ശരിക്കും മസ്റ്റ് ട്രൈ. യു ക്യാൻ കം ടു ഹൈദരാബാദ് ജസ്റ്റ് ഫോർ ദിസ് ഫെർണോസ് കഫേ. ആക്ച്വലി എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഹൈ ടീ കഴിക്കാനായിരുന്നു വന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കിയപ്പോൾ ഹൈ ടീയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഫ്രൂട്ട് ടാർട്ട്സും 1500 രൂപയേ ഉള്ളൂ. പക്ഷെ 2 പേർക്ക് അത് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. തീർക്കാൻ പറ്റില്ല. ക്രോസോൺസും അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ കാട്ടി ഇത്രയും വിചാരിച്ചു 2-3 നല്ല ഡിസേർട്ട്സ് ഇവിടെ കണ്ട് ഓർഡർ ചെയ്തിട്ട് അടുത്ത് തന്നെയാണ് കഫേ നിലൂഫർ ഉള്ളത്. അവിടുത്തെ ചായയും ബൺമറ്റും കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അത്യാവശ്യം വെറൈറ്റി ഐറ്റംസ് കാണിക്കാം. ഭയങ്കര ഫേമസ് ആണ് ചായയും ബൺമസ് കഫേ നിലൂഫർ. ആൻഡ് ഇവിടുത്തെ ഒരു ഹൈ എൻഡ് കഫേ ആണ്. കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ഇവിടുത്തെ ഹൈടെക് സിറ്റിയിലെ ഹൈ എൻഡ് ബ്രാഞ്ച് ആണ്. സോ ഇവിടുന്ന് കഴിച്ചിട്ട് വൈകുന്നേരം ചായയും ബൺമസ്കയും പ്രിയ കുടിക്കുന്നതായിരിക്കും. അങ്കിൾ ബൺ ആവും, ആന്റി ബൺ. ആന്റി ബൺ ആവും കേട്ടോ അവിടെ ഹൈദരാബാദ് കഴിഞ്ഞ് പോകുമ്പോ. കാണാൻ കൊള്ളാവുന്ന 2 എടുത്തു. ഇവരോട് തന്നെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഇവരെടുത്തതാ. ഡിസേർട്ട്സ് ആർ സോ പ്രിറ്റി. എന്തായാലും ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ പ്രിയ കഴിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ഭയങ്കര ഓവർ ആക്കില്ല കേട്ടാ. എല്ലാം വെട്ടിയടിക്കും ചെയ്യും. എന്നിട്ട് വലിയ എക്സ്പ്രഷനും ഞാൻ ഒന്നും കഴിക്കാത്ത ആളാണ്. ഞാൻ വീഡിയോ എടുക്കണ്ടേ, നല്ല എസ്തെറ്റിക് ആയിട്ട് എടുക്കണം കേട്ടോ, ഇവരെ പോലെ. സോ ആദ്യമേ ട്രേസ് ലെച്ചേഴ്സ് ആണ്. ലെറ്റ് മീ സീ. നമ്മൾ അടിയിൽ വരെ പോയിട്ട് the cream, everything will come out. So it's soaked in milk. ഇത് ജെഫ്രിനെ ആലോചിച്ചു, ജെഫ്രിനിന്റെ ആളാണ്. ഹെവൻലി. സ്വിറ്റ്സർലൻഡിന്റെ മറ്റേ മേഘങ്ങളില് കൂടെ അല്ലല്ല, ഈ സ്വിറ്റ്സർലൻഡിലെ പശുക്കള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അപ്പൊ ആ പശുവിന്റെ പാല് ഫ്രഷായി എടുത്ത് നല്ല തണുപ്പത്ത് നല്ല പേസ്ട്രി സോക്ക് ചെയ്തുണ്ടാക്കി എങ്ങനെ ഇരിക്കും, അതാണ് എന്റെ ഫീല്. ഒന്നൊന്നര എക്സ്പ്ലനേഷൻ ആയിപ്പോയില്ലേ. അപ്പൊ ഞാൻ അടുത്തത് കഴിക്കും. ഇത് നോക്കട്ടെ. സോ ഇത് ഇങ്ങനെ തുറന്ന് ഇതിന്റെ അകത്ത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണ്. ചോക്ലേറ്റ്, ഹേസൽനട്ട്, ക്രഞ്ചി ബിസ്ക്കറ്റ്സ് എല്ലാം ഉണ്ട്. ഇതിന്റെ അടിയിലത്തെ ബിസ്ക്കറ്റും കഴിക്കാവേ. ബട്ട് ഒരു ഹൈ ക്വാളിറ്റി ഫെറേറോ റോഷർ. ഫെറേറോ റോഷർ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയിൽ ഒരു കേക്ക് എങ്ങനെ ആക്കാം അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഇൻക്രെഡിബിൾ ക്വാളിറ്റി. ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഒന്നും ഓവർലി സ്വീറ്റ് അല്ല. ഇറ്റ്സ് ജസ്റ്റ് ടൂ ഗുഡ്. മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഹൈദരാബാദ്. എന്തൊരു ക്വാളിറ്റി ആണെന്നറിയോ. ഈ ബിസ്ക്കറ്റും കഴിക്കാം കേട്ടാ. പ്രിയക്ക് വിട്ടുകൊടുത്തിരിക്കുന്നല്ല. ഒറ്റവിടെയല്ലേ ലിറ്ററിലെ പാലിന്റെ ഫ്ലേവർ മൊത്തം കിട്ടുന്ന. ഇനി തൊട്ട് എല്ലാ ദിവസവും ഇത് കുടിച്ചോ. കഫേ നിലൂഫർ. ആന്റി ബണ്ണാവുണ്ട്. അങ്കിളും ആന്റിക്കും കൂടെ പോയിട്ട് വരാം. വേഗം വാ. ഇവിടെ അടുത്ത് തന്നെയാ, നടന്നു പോകുന്നേ ഉള്ളൂ. ഓ പിന്നെ വയ്യ. ഇരുന്ന് കഴിക്കാൻ ഒരു കുഴപ്പമില്ല. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ തീർന്നു.
എന്താ അല്ലെ ഒരു കീട്ടിലെ ആംബിയൻസ്, വൈകുന്നേരം ആകുമ്പോ നല്ല കാറ്റ്. ഇറ്റ്സ് വെരി കാം, വെരി ക്ലീൻ, ആൻഡ് ദേ ആർ ഹാവിംഗ് ലൈവ് സ്ക്രീനിങ് ഓഫ് ക്രിക്കറ്റ് ഹിയർ. പക്ഷെ ഇരുന്ന് കാണാൻ സ്ഥലമില്ലല്ലോ, ഇവിടെ നിന്ന് കാണേണ്ടി വരും. ഇവിടെ നിന്ന് കാണാൻ വേണം ഈ ക്രിക്കറ്റ്. എവിടെ ഇരിക്കും? അയ്യോ അത് പറ്റില്ല. ഇത് കണ്ട സിംഗപ്പൂരിന്റെ ഗാർഡൻസ് ഓഫ് ദ വ്യൂ പോലെ ഇല്ലേ? രാത്രി ഇതൊക്കെ പക്ഷെ രാത്രി ഇത് ലൈറ്റ് ഒക്കെ വരും. ആ നല്ല സ്ഥലം അല്ലേ? ആ ശരിക്കും സിംഗപ്പൂർ ദുബായ് ഒക്കെ പോലെ ഏരിയ വേറെ ഏതോ സ്ഥലം പോലെ തോന്നുന്നു. മാനിക്യൂർഡ് ആയിട്ടുള്ള ഫുട്പാത്ത്സ്, നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡ്സ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ഫ്ലാറ്റ്സ്, എല്ലാ ഓഫീസസും ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു സംഭവം തന്നെ. പറ്റുമെങ്കിൽ രാത്രിയാണ് ശരിക്കും ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. നല്ല ട്രാഫിക് ബ്ലോക്കും ഉള്ള ഒരു സ്ഥലമാണ്. ബാഹുബലിയുടെ ഒക്കെ സിനിമയില് ഹീറോനെ റിവീൽ ചെയ്യുന്ന പോലെയാണ് കഫേ നിനൂഫർ നമ്മൾ നടന്നു വരുമ്പോ വരുന്നത്. എന്തൊരു വലിയ ബിൽഡിംഗ് ആന്ന് നോക്ക്. നിലുവിന്റെ കഫേയാ? അതെ, ഇത് ലെജൻഡറിയാ. 8-10 ബ്രാൻഡ് കണ്ടുണ്ട്. ഭയങ്കര വലിയ സംഭവം. കംപ്ലീറ്റ് IT പാർക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് കാണും കേട്ടാ. കംപ്ലീറ്റ് ആൾക്കാർ വേറെ എവിടെയും പോലായിരിക്കും. ചായയും ബണ്ണും കഴിക്കാൻ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. എന്താ തിരക്കല്ലേ? ഇനി അകത്ത് നോക്കിക്കോ, ഇരിക്കാൻ പോലും സ്ഥലം കാണില്ല. ഒരു ഐക്കോണിക് സ്ഥലമാണ്. അഡ്വാൻസ് ആ നോക്ക്. ഇവിടെ വെളിയിൽ എന്റെ ഐസ്ക്രീം ഷോപ്പ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്ക് കയോസ്കിൽ കൂടെ തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടാ. നിന്ന് കഴിക്കണം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം. അതിന്റെ അകത്ത് നല്ലൊരു AC റെസ്റ്റോറന്റ് ഉണ്ട്. ഇവിടെയും സ്ഥലം ഉണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാം. ബട്ട് ഐ തിങ്ക് ഇറ്റ് ബി ഓൾ ഫുൾ. സ്ഥലമില്ലൊന്നും കാണില്ല കേട്ടാ. എന്നാലേ ഇതിന്റെ സൈസ് അറിയുള്ളൂ കേട്ടോ. പക്ഷെ എവിടെ നോക്കിയാലും ഫുൾ. അതിന്റെ മുകളിലും സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊന്നും സ്ഥലം കിട്ടാൻ പാടാ, എസ്പെഷ്യലി ഈ ചായയുടെ ടൈമിൽ. കംപ്ലീറ്റ് ഫുൾ. കംപ്ലീറ്റ് ഇവരുടെ ഓൺ ബ്രാൻഡിലുള്ള ബിസ്ക്കറ്റ്സ് തൊട്ട് ചായപ്പൊടി തൊട്ട് എല്ലാം കണ്ട. നിലൂഫർ റസ്ക്, നിലൂഫർ റോസ്റ്റ്, ഒരു ഓൺ ബ്രാൻഡുള്ള സംഭവങ്ങളാണ്. ബനാന വാൾനട്ട് കേക്ക്, ജീര ബിസ്ക്കറ്റ്സ്, ഇവിടെ അവരുടെ ചായപ്പൊടി. എന്താ ഇവര് ഹൈദരാബാദിലെ ഒരു ബിഗസ്റ്റ് സംഭവമായിരിക്കും കേട്ടോ. ചിലപ്പോ അത്രയും ഫേമസ് അത് നമ്മളായിരിക്കുന്നത്. 1 കിലോന്റെ ചായപ്പൊടി വരെ ഉണ്ട്. തുടങ്ങിക്കോ, എല്ലാം കുറച്ചേ ഉള്ളൂ. ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ആദ്യം ആന്റി ബൺ. ആന്റി ബൺ ഇരിക്കുന്നു കേട്ടാ. ആന്റി ബൺ കഴിച്ചോ? ആയി, മുഖമായി, എല്ലാം ആയി. എന്തൊരു എൻകറേജ്മെന്റ് ആദ്യമേ ബൺ മസ്ക മാത്രം കഴിക്കുക. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബൺ മസ്ക ചായ മുക്കി കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബൺ മസ്ക കഴിക്കുക. അപ്പൊ ബൺ മസ്ക തീരും. പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഭയങ്കര സോഫ്റ്റ്. അല്ലെങ്കിൽ എപ്പോഴേക്കും ബൺ വീക്ക്നെസ് ആട്ടാ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഡാഡിക്കും. ബൺ ഭയങ്കര വീക്ക്നെസ് ആണ്. അത് തുറന്നു കാണിച്ച് അകത്ത് ആ ബട്ടറാ. തുറക്കാനൊന്നും പറ്റുന്നില്ല. വേണ്ട, പൊട്ടിപ്പോയി. ആദ്യം കൈകറിച്ച് കഴിക്കും. ആ മധുരമൊന്നും കാണില്ല തോന്നുന്നു. തീർന്നു കേട്ടാ. എന്തേ സംഭവമാണോ? പ്രിയ ഇത് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചപ്പോ പോലും ഇത്രയും ഇത് പറഞ്ഞില്ലല്ലോ. വെറുതെ കഴിക്കണ്ടേ. കൊള്ളാവോ? മധുരം ഉണ്ടോ? ലൈക് സ്വീറ്റ് ബൺ പോലെയാണോ? നെയ്യാണോ അത് ബട്ടറാണോ? ബട്ടറില് ഇച്ചിരി പഞ്ചസാര അത്രേ ഉള്ളൂ. ബണ്ണ് എന്തൊരു സോഫ്റ്റാ. അത് രണ്ടും കൂടെ കഴിക്കണം. രണ്ട് അങ്ങനെ ഒരു പൈന്റ് കഴിച്ചു നോക്കും. ഞാൻ വെറുതെ പറയല്ല. You will also start loving bun. So the bun നോക്ക്, how shiny it is. കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒക്കെ കൊറിയക്കാർ പറയില്ലേ, നമ്മുടെ ഈ ബൺ മസ്ക കാണിച്ചു കൊടുത്തിട്ട് പറ ഗ്ലാസ് സ്കിൻ ഉള്ള ബൺ ഇവിടെ ഉണ്ടത്. അതിന്റെ അകത്ത് ബട്ടർ
ഓ യാ. ചായ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടാവല്ലോ. ചെറിയൊരു മധുരം ഉള്ളൂ, പക്ഷെ നടുക്ക് തേക്കുന്ന ബട്ടർ മാത്രമല്ല, മേളിലത്തെ ബട്ടറോടെ ബട്ടർ. അതിന്റെ ബണ്ണിനും ബട്ടറിന്റെ ടേസ്റ്റ്, ലൈക്ക് ബണ്ണിന്റെ ഈ അകത്തുള്ള മാവിനും ഐക്കോണിക് സംഭവം. ഇത് വേറൊരു കാര്യം അറിയാം, പല കെഫെ നിലൂഫേഴ്സും ഉണ്ട്. എല്ലാ കെഫെ നിലൂഫറിലും വേറെ വേറെ റേറ്റ്സ് ആണ്. ഇവിടെ ചായക്ക് എത്രയാണെന്നറിയോ? 170 രൂപ ഒരു ചായക്ക്. ബൺമസ്കയ്ക്ക് എത്രയാ എനിക്കറിയില്ല. ഞങ്ങൾ ഒരു കുക്കീസ്, ഒരു ചായ, ബൺമസ്ക എല്ലാം കൂടെ ഒരു 350 അങ്ങാണ്ടായി. ചിലടത്ത് പോയി കഴിഞ്ഞാൽ ചായക്ക് ചിലപ്പോൾ 30 രൂപ കാണുള്ളൂ. സോ ലൊക്കേഷൻ അനുസരിച്ചാണ് ഇവരുടെ പ്രൈസ് വരുന്നതെന്ന് തോന്നുന്നത്. ബട്ട് ഒരു സംഭവമായിട്ടുണ്ട് ഇത്. ഈ തിരക്ക് ആബ്സല്യൂട്ട്ലി ജസ്റ്റിഫൈഡ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഹൈദരാബാദ്. ചായ മുസ്ലിം കഴിച്ചു നോക്കിയാട്ടാ, പോരാ. ചായ നോക്കുമ്പോ ചായയുടെ ഫ്ലേവർ ഒക്കെ ഉള്ളത് കിട്ടും. അതിനേക്കാളും വെറുതെ കഴിച്ചാൽ നീ ചായക്ക് മധുരം കാണുമെന്ന് അറിയാം. ചായ എങ്ങനെ കുടിക്കണം? ചായ വെറുതെ കുടിച്ചാൽ ചായക്ക് മധുരം കാണുമല്ലോ. കാണും, ചെറിയ മധുരമല്ലേ ഉള്ളൂ. സംഭവം ഇപ്പൊ അല്ലേ വന്നില്ലെങ്കിൽ ഭയങ്കര ബസ്സായി പോയത്. ചായ എങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ. ഇത് അവരുടെ സ്പെഷ്യൽ ചായ ഉണ്ടോ? ഇതും കൊള്ളാം. നല്ല കടുപ്പം. മസാല ചായ വന്നാണോ പ്ലെയിനാ? കുറച്ചുകൂടെ കട്ടിപ്പാല ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ചായ പോലെ. കൊണ്ടാ നല്ല നല്ല ഉണ്ട്. ഒരു ഫ്രൂട്ട് ബിസ്ക്കറ്റും കൂടെ ഉണ്ട്. ദിസ് ഇസ് ലൈക് സോ പൗഡറി. ഇത് കറാച്ചി ബേക്കറിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൽ നട്ട്സും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കാണാതെ. So yum. It's almost like a baby powder made into a biscuit and tutti frutti and nuts. ഐപ്പിനുള്ള എല്ലാം ഉണ്ട് കേട്ടോ കെഫെ നിലൂഫർ. അടിപൊളി. ഇനി റൂമിലേക്ക് പോട്ടെ, കുറച്ച് പണിയുണ്ട്. ഇന്നത്തെ ഫുഡിങ് കുറച്ച് ഓവറായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെസേർട്ട് സീൻസ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഇപ്പൊ നമ്മള് പോയ ഫെർണോസിൽ അടിപൊളിയായിരുന്നു. ഇവിടെ ദുബായ് ചോക്ലേറ്റിന്റെ പിസ്താഷ്യോ, ചോക്ലേറ്റ് ഹേസൽനട്ട് ബാർ എല്ലാം എന്തൊരു ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കും. ബ്ലൂബെറി കൂൾ ചീസ് കേക്ക്, ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ്, സോ ഗുഡ്. നോ ചോക്ലേറ്റ്, ദുബായ് ചോക്ലേറ്റ് കുനാഫ ഉണ്ട് ഇവിടെ. ഒരു ബാറിന് 300 രൂപ ഉള്ളു കേട്ടോ. പിന്നെ ഡോണട്സ്, ഇവിടുത്തെ സോ നൈസ്. നമുക്ക് 100 ഐറ്റംസ് ആണ്. ഇപ്പൊ ഇതൊന്നും ഇനി കഴിക്കാൻ വയ്യ. ബട്ട് ഫുഡീസിന്റെ പാരഡൈസ് ആണ് ഹൈദരാബാദ്. നല്ല കണ്ട പ്രീമിയം ക്യാബ് വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമ്മൾ നേരെ മെട്രോയിൽ നിന്ന് കയറി ഇനി 2 ട്രെയിൻ മാറി പോകണം. ആ പെട്ടെന്ന് എത്തണ്ടേ? അത് കിട്ടില്ല. അത് നല്ല ടൈം, നല്ല തിക്കും തിരക്കൊക്കെ കൊണ്ട് മറ്റേ ഹൈദരാബാദ് ബിരിയാണിയുടെ മണമൊക്കെ കൊണ്ടുപോവാം. എനിക്ക് വയറ് നിറഞ്ഞിട്ട് നടക്കാൻ വയ്യ. എന്തായാലും എല്ലാരും ബിരിയാണിയൊക്കെ കഴിച്ചേ ഏമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. അതിനൊക്കെ മണം മെട്രോന്റെ അകത്ത് കിട്ടും. ഇല്ലാട്ടെ, ഹൈദരാബാദുകാര് മൊത്തം കഴിച്ചിട്ടുണ്ടാവും. അതെ. അപ്പൊ നേരെ റൂമിലേക്ക്. ആരെങ്കിലും ഗ്യാസ് വിട്ടാലോ? മേളിക്കൂടെ അടിക്കൂടെ ഒക്കെ ഗ്യാസ് ആയിരിക്കും. ഇത്രയും തിങ്ങിയിരിക്കുമ്പോ എവിടേക്ക് തിരിയാനും പറ്റൂല. നല്ല ഫുഡ് വ്ലോഗ് ചെയ്തിട്ട് അവസാനം പറയുന്നത് നോക്ക്. നല്ല മസാല ഒക്കെ വെച്ച് ബിരിയാണി കഴിക്കുമ്പോഴേ ആ ഗ്യാസ് വിടുമ്പോ മസാല. ഓക്കെ, അപ്പൊ ബാക്കി റൂമിലെത്തിയിട്ട് കൺക്ലൂഷൻ. എല്ലാവർക്കും സമാധാനമായല്ലോ. മര്യാദയ്ക്ക് അവിടെ വെച്ച് തീർത്താൽ മതിയായിരുന്നു കൺക്ലൂഷൻ. ഗൈസ്, അപ്പോൾ ബാക്ക് ടു അവർ റൂം ആൻഡ് ഇറ്റ് വാസ് എ റിയലി നൈസ് ഡേ. ഭയങ്കര ഹെവി ആയി പോയിട്ടോ. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും കഴിക്കുന്നില്ല. നമ്മൾ ഫിറ്റ്നസ് ആണ് ഫുൾ മൈൻഡിൽ. സോ എന്തായാലും ഫുഡൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ പോയ സ്ഥലങ്ങളുടെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നാളെ വേറൊരു ഡിഫറെൻറ്റ് വ്ളോഗായിട്ട് കാണാം. ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കാണും, പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ ഇതൊക്കെ ആയിട്ട് നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.